ഇന്ന് ഇലക്ഷനായിട്ട് ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്പലത്തിൽ പോകേണ്ട മുന്നേ തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണുള്ളൂ. അപ്പം അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാരി ഉടുക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ മേടിച്ചതാണെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വേറെ ലെവൽ സാരി ആയിരുന്നു കേട്ടോ. ഒരു പക്ഷേ ഞാനൊരു 4000 രൂപയ്ക്ക് സെറ്റും കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനും നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. കാണാനും അതിനും അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ നന്നായി ഒതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഞാൻ എപ്പോൾ സാരി ഉടുക്കുമ്പോഴും എൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കുക ഏട്ടനാണ് കേട്ടോ. ഞൊറി പിടിച്ച് തരാനാണെങ്കിലും പിന്നെ കുത്തി തരാനൊക്കെ. കല്യാണം കഴിഞ്ഞ ടൈമിൽ സാരീനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ പിഞ്ച് പൈതലായിരുന്നു അവൻ. പക്ഷേ ഇപ്പോൾ അവൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ചെടുത്തു ഞാൻ. കാരണം എനിക്കിതൊക്കെ ചെയ്തു തരാൻ വേറെ ആരും ഇല്ല ഇവിടെ. അപ്പോൾ അവൻ എന്നെ എനിക്ക് ചെയ്തു തരണം. അങ്ങനെ ഞാൻ സാരി എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം വേഗം പോയി വളയെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ സാരി കൊടുക്കുമ്പോൾ കുപ്പിവെള്ളം ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ എൻ്റെ ഒരുപാട് കുപ്പിവെള്ള കളക്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ എൻ്റെ വീട്ടിലാട്ടോ. ഇവിടെ വളരെ കുറച്ചുള്ളൂ. പിന്നെ ഞാൻ വേഗം കുങ്കുമൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് ഓളിയിടാൻ തുടങ്ങിയപ്പോൾ എന്നാ കഴിഞ്ഞില്ലേ വേഗം വായെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കാണുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടമെങ്കിലും പക്ഷേ ടൈം പോകുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിലാണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ ആദ്യം പോകുന്നത് വോട്ട് ചെയ്യാനായിരുന്നു കേട്ടോ. ഞാൻ അവിടെ എത്തിയതും ഞാൻ മാത്രമായിട്ട് ഇങ്ങനത്തെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോൾ എനിക്കാകെ ചമ്മല് പോയിട്ട് ഞാൻ വേഗം പോയി വോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോകുന്ന വഴിയിൽ ഈ ഒരു കടയിൽ നിർത്തിയിട്ട് ഇവിടെ ഞങ്ങൾ എപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴും നിർത്തുന്നതാണ്. ഇവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇളനീര് സർബത്ത് ഇട്ടു കേട്ടോ. അതും വേറെ ലെവലിൽ ടേസ്റ്റാട്ടോ. ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച വയറ് നിറയും കേട്ടോ. അങ്ങനെ അതും നമ്മൾ കുടിച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. സാധാരണ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് പ്രസാദം കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് അവിടേക്ക് എത്തുമ്പോൾ നേരം വൈകും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ജ്യൂസെല്ലാം കുടിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. അവിടെ എത്തിയത് നമ്മളെ കാത്തുമ്പിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുട്ടിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്പലത്തിലെത്തി ഞാൻ വേഗം മുടിയെല്ലാം കെട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാരി ഏട്ടൻ വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് തന്നോട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയത് വിഷ്ണുമായർ അമ്പലത്തിലേക്ക് കേട്ടോ. ഈ ഒരു അമ്പലത്തേക്ക് ഞങ്ങൾ മാസത്തിൽ 1-2 വട്ടമെങ്കിലും എത്താതെ ഇരിക്കില്ല. കാരണം എനിക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് എന്തോ സങ്കടം വന്നാലും ആദ്യം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ മനസ്സിന് എപ്പോഴും സമാധാനം. അങ്ങനെ അവിടെ എത്തി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണ വഴിക്ക് ഒരു ചായക്കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ചായയെല്ലാം മേടിക്കുമ്പോഴേക്കും നമ്മൾ കാത്തുമ്പിക്ക് ഐസ്ക്രീം വേണമെന്നിട്ടുള്ള വാശിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കുള്ള ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്താൽ ഭയങ്കര തലവേദനയും തലകറക്കൊക്കെ കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മൂലയിൽ ചാരി ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പപ്സും ചിക്കൻ റോളും അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ചിക്കൻ റോളിൽ ഒരു കടി കടിച്ചിട്ട് ഞാൻ ബാക്കി ആയിരുന്നു കൊടുത്തിട്ട് എനിക്കിതൊന്നും കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി അവിടെ എല്ലാവരും ഇറക്കുമ്പോൾ നമ്മളെ കാത്തുമ്മയും കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളെ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് മീനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാരിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ മേലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ തിരക്കുള്ളൂ. ബൈ.